മുത്തുമണീസ് ഒരുപാട് കാലത്തിന് ശേഷം പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുമ്പോൾ അവരെ മുഖത്ത് കാണുന്ന സന്തോഷം ഉണ്ടല്ലോ, ഒന്നും പറയില്ല, ഭയങ്കര ഒരു സന്തോഷമാണ്. അനുഭവിച്ചവർക്ക് അത് അറിയുള്ളൂ. അതുപോലെ തന്നെ അവരെ സ്വീകരിക്കാൻ പോകുന്ന നമുക്കും അതിൻ്റെ ഒരു അംശം കിട്ടും. ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ പ്രവാസികളായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കളുടെ വാപ്പാരൊക്കെ വരുമ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും അതേപോലെ അവർ എയർപോർട്ടിലേക്ക് അവരെ കൂട്ടാൻ പോകുന്നതൊക്കെ ഒരുപാട് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു നമ്മളൊക്കെ ചെറുപ്പത്തിൽ. പക്ഷേ ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഒരുപാട് പ്രവാസികളെ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ സന്തോഷത്തിൻ്റെ കൂടെ നമ്മളെ സന്തോഷം കൂടി പങ്കുവെച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പ്രവാസികളെ സ്വീകരിച്ചത്. ഭയങ്കര ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് അവർക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കാലിക്കറ്റിക്കും അതേപോലെ കൊച്ചിക്കൊക്കെ ടിക്കറ്റിന് ഭയങ്കര റേറ്റ് കൂടുതലുള്ളത് കാരണം ബാംഗ്ലൂർ വഴി നമ്മളെ പാക്കേജ് എടുത്ത് വരുന്ന ആളുകൾക്ക് നമ്മൾ ബസ് സർവീസും കൂടി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഒരു ടെൻഷനും ഇല്ല, ടെൻഷൻ ഫ്രീ ആണ്. കാരണം അവർ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ ഷാർജയിൽ നിന്ന് പിന്നെ ഫ്ലൈറ്റ് കയറിയിട്ട് ബാംഗ്ലൂർ വന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കണം. അവരെ വീട്ടുകാർ അവരെ എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നതിന് പകരം അപ്പോൾ അവർക്ക് ആ ഒരു ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓലെ നമ്മളെ ഈ എയർ അറേബ്യ ഫ്ലൈറ്റിനാണ് വരുന്നത്. ആ സമയത്ത് ആ ഫ്ലൈറ്റിൽ നിന്നാണെന്ന് ഒരു സാധനം പോലും തിന്നാൻ കിട്ടൂല, ഒരു വെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അവരെ നമ്മൾ എയർപോർട്ടിൽ പോയി സ്വീകരിച്ച് നമ്മൾ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് അവർക്ക് നമ്മൾ നല്ല അടിപൊളി കേക്കും പിന്നെ ജ്യൂസും വെള്ളമൊക്കെ കൊടുത്തിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പോലെ വളരെ ഹാപ്പി ആക്കിയിട്ട് വൈകുന്ന നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫ്രീ ആയിട്ട് വാങ്ങി കൊടുത്തിട്ട് അവരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കരം തന്നെയാണ്. പിന്നെ അവർ നമുക്ക് തരുന്ന റിവ്യൂ, നമ്മൾ ഒരു സർവീസ് ചെയ്യുമ്പം ആ സർവീസിൽ അവർ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ ഹാപ്പി ആയിട്ട് നമുക്ക് അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ മുത്തുമണീസ, ഈ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഫ്ലൈറ്റുകളൊക്കെ പഴയ പോലെ ഷെഡ്യൂൾ ആവുന്നത് വരെ ബൈ ബാംഗ്ലൂർ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റിൻ്റെ പ്രൈസ് വേരിയേഷനൊക്കെ നോക്കിയിട്ട് ബൈ ബാംഗ്ലൂർ, അതായത് ബാംഗ്ലൂരിന് നാട്ടിലേക്ക് ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്ത് വരാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ദുബായിലുള്ള ഓഫീസിനെ കോൺടാക്ട് ചെയ്ത് കണ്ട് അടുത്ത നമ്മളുടെ പാക്കേജിൽ ടിക്കറ്റ് കൺഫേം ആക്കിക്കാണ്ട് ധൈര്യമായിട്ട് ബൈ ബാംഗ്ലൂർ ഇങ്ങോട്ട് പോരി. നിങ്ങളെ വീട്ടിൽ സേഫാക്കി എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബസ്സും നമ്മൾ ടീമും മൊത്തം റെഡിയാണ്. ഈ മാസം 27 നമ്മളൊരു പാക്കേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം മെയ് 4 വേറൊരു പാക്കേജ് ഉണ്ട്. അത് ഈ സാഹചര്യം ഈ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ പഴയ പോലെ ആകുന്നത് വരെ നമ്മൾ ഈ പാക്കേജ് തുടരാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓഫീസിൽ വിളിച്ചിട്ട് നിങ്ങളെ ടിക്കറ്റ് ഉറപ്പ് വരുത്തിക്കോളി. അതുപോലെ തന്നെ നമ്മളെ ഈ സർവീസിൽ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോയുടെ കമൻറ്റിൽ റിവ്യൂ ആയിട്ടൊന്ന് നമുക്ക് പറഞ്ഞു തരണം കേട്ടോ. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുമ്പോഴാണ് അടുത്ത സർവീസ് നമുക്ക് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ടിക്കറ്റ് വേണ്ടവർ ദുബായിലുള്ള ഓഫീസിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ.